നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുകയാണ്. ആഡംബര ജീവിതം അത്രമേൽ ആസ്വദിച്ചിരുന്ന റോയി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനയെ തുടർന്ന് തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുന്നുവെന്നും രാജകീയ ജീവിതത്തിന് തടസ്സം നേരിടുന്നുവെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സ്വയം മരണത്തിലേക്ക് നടന്നുകയറിയത് എന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. ആഡംബരങ്ങളുടെ രാജകുമാരൻ കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ പലപ്പോഴും റോയിയുടെ പേര് വന്നിട്ടില്ലെങ്കിലും അവരെക്കാൾ എല്ലാം വലിയ ആഡംബര ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ദുബായിലെ ഗാരേജിൽ മാത്രം 12 റോൾസ് റോയ്സ് കാറുകൾ ഉൾപ്പെടെ 150 കോടിയോളം വിലമതിക്കുന്ന വാഹന ശേഖരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി ബംഗളൂരിലെ ഒരു പഞ്ചനക്ഷത്ര റിസോർട്ടിലെ റോയൽ സ്യൂട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. സ്വന്തമായി കൊട്ടാരം സമാനമായ വീടുകളും റിസോർട്ടുകളും ഉണ്ടായിരുന്നിട്ടും ഒരു രാജാവിനെ പോലെ ഹോട്ടൽ ജീവിതം നയിക്കാൻ അദ്ദേഹം കോടികളാണ് ചെലവഴിച്ചിരുന്നത്. ആ നിലയിലെ എല്ലാ മുറികളും ബുക്ക് ചെയ്തായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്. അംഗരക്ഷകർ അടക്കം ഉണ്ടായിരുന്നു. ഒരു രാജാവിനെ പോലെ ജീവിച്ച ഇയാൾ തന്റെ ആഡംബര ജീവിതത്തിന് പ്രതിസന്ധികൾ നേരിട്ടതോടുകൂടിയാണ് സ്വയം മരണം തെരഞ്ഞെടുത്തത്. അത്യാഡംബരം ഒരു ബിസിനസ് തന്ത്രമായിരുന്നു. താൻ സാമ്പത്തികമായി അതിശക്തനാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ റോയ് തെരഞ്ഞെടുത്തത് അതിരുകടന്ന ആഡംബരങ്ങളായിരുന്നു. ബംഗളൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ റോയൽ സ്യൂട്ടിലെ താമസം, 100 കണക്കിന് ആഡംബര കാറുകൾ, ദുബായിലെ കൊട്ടാര സമാനമായ വീട് എന്നിവയെല്ലാം നിക്ഷേപകർക്ക് തന്നിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായി അദ്ദേഹം ഉപയോഗിച്ച ബ്രാൻഡിംഗ് തന്ത്രങ്ങളായിരുന്നു. ഇത്തരമൊരു ജീവിതശൈലിയിലൂടെ താൻ സുരക്ഷിതരാണ് എന്ന തോന്നൽ അദ്ദേഹം മറ്റുള്ളവരിൽ ഉണ്ടാക്കി. കഴിഞ്ഞ കുറച്ചു കാലമായി റോയിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മേൽ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പണം UAE-യിലേക്ക് എത്തിക്കുന്നതിലെ തടസ്സങ്ങൾ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കി. ആദായ നികുതി വകുപ്പ് ചുമത്തിയ പിഴ അടച്ചു തീർക്കാൻ തീരുമാനിച്ചെങ്കിലും തുടർന്ന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സാമ്പത്തിക ലഭ്യതയിൽ അദ്ദേഹം ആശങ്കാകുലനായിരുന്നു. ദുബായിലെ പ്രൊജക്ടുകളിൽ കേസുകൾ ഉണ്ടാകുമോ എന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. മക്കളെ താരമാക്കാനുള്ള മോഹം സിനിമകൾ നിർമ്മിച്ച് റോയിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. എന്നിട്ടും പ്രശസ്ത സംവിധായകൻ VK പ്രകാശിന്റെ സിനിമ നിർമ്മിച്ചത് തന്റെ മകളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. മകളെ ഒരു സിനിമാ താരമായി അവതരിപ്പിക്കണമെന്നത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇതിനായി ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള വേദികളിലും അദ്ദേഹം മക്കളെ എത്തിച്ചിരുന്നു. VK പ്രകാശിന്റെ ചിത്രീകരണം പൂർത്തിയായ സിനിമയിൽ മകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ജീവിക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിനെ പോലെ ആയിരിക്കണം എന്നായിരുന്നു റോയിയുടെ വാശി. ആരുടെ മുന്നിലും തല കുനിക്കാനോ തോറ്റുകൊടുക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറ്റുള്ളവരെ പറ്റിച്ച് രക്ഷപ്പെടാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 24,000 പേർക്ക് വീട് നൽകിയിട്ടും ഒരാൾക്ക് പോലും പരാതി നൽകാൻ അദ്ദേഹം അവസരം കൊടുത്തിരുന്നില്ല. ബാംഗ്ലൂരിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നിന്റെ നിർമ്മാണത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ അന്വേഷണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും തന്റെ രാജകീയ ജീവിതത്തെ ബാധിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് റോയ് മരണപ്പെട്ടത്. കമ്പനി സുരക്ഷിതമാണ്. CJ റോയിയുടെ വിയോഗം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഇത് ബാധിക്കില്ലെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ പ്രോജക്ടുകളെല്ലാം സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകുമെന്നും 6 മാസമായി ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾ റോയിയുടെ ബിസിനസ് ഇടപാടുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസ് വിങ്ങിന്റെ റഡാറിലായിരുന്നു അദ്ദേഹത്തിന്റെ കമ്പനി.